Hi friends, ഞാൻ മധു സാർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്ന് ഞാൻ അതിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ആയ നൗണിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഒന്ന് പ്രതിപാദിക്കാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. പലതരത്തിലുള്ള നൗൺസ് ഉണ്ട്. 10ൽ കൂടുതൽ തരത്തിലുള്ള നൗൺസ് ഉണ്ട്, നാമങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രോപ്പർ നൗൺ എന്നറിയപ്പെടും. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ പ്രത്യേകിച്ചുള്ള പേര്. മിനി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണാണ്. ഷീല എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണാണ്. ജോൺ, തോമസ്, ട്രിവാൻഡ്രം, കേരള, ഇന്ത്യ ഇതെല്ലാം തന്നെ പ്രോപ്പർ നൗണാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേര്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നൗണുകളെല്ലാം തുടങ്ങുന്നത് പ്രോപ്പർ നൗൺസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. വലിയ അക്ഷരം കൊണ്ട്, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഈ വാക്കുകളെല്ലാം, ഈ പേരുകളെല്ലാം എഴുതി തുടങ്ങേണ്ടത്. ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ രാജ്യങ്ങളുടെയോ നദികളുടെയോ ഒക്കെ പേരെഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. രണ്ടാമത്തെ തരത്തിലുള്ള നൗൺ നമുക്ക് കോമൺ നൗൺ എന്ന് പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രോപ്പർ നൗൺസിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷീല, മിനി എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർ നൗൺസിന് പകരം എനിക്ക് ഗേൾ എന്നോ വുമൺ എന്നോ പറയാം. അതുകൊണ്ട് തന്നെ ഗേൾ ഓർ വുമൺ ഈസ് എ കോമൺ നൗൺ. അതേപോലെ തോമസ്, ജോൺ എന്ന് പറയുന്നതിന് പകരം എനിക്ക് ബോയ് എന്നോ മാൻ എന്നോ പറയാം. സോ ബോയ് ഓർ മാൻ ഈസ് എ കോമൺ നൗൺ. അതേപോലെ റിവേഴ്സിൻ്റെ പേര് ഗംഗ എന്ന് പറയുമ്പോൾ പ്രോപ്പർ നൗൺ ആണ്. അതേസമയം റിവർ എന്ന് പറയുമ്പോൾ അത് കോമൺ നൗൺ ആണ്. അതുപോലെ നേഷൻ ഓർ കൺട്രി എന്ന് പറയുമ്പോൾ അത് കോമൺ നൗൺ ആണ്. അതേസമയം ഇന്ത്യ എന്നോ റഷ്യ എന്നോ പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആകും. അതിന് പകരം നേഷൻ എന്നോ കൺട്രി എന്നോ ഞാൻ പറഞ്ഞാൽ അത് കോമൺ നൗൺ ആകും. മൂന്നാമത്തെ ടൈപ്പ് നൗൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ നൗൺ ആണ്. ദ്രവ്യനാമം എന്ന് മലയാളത്തിൽ പറയും. ഏതെങ്കിലും ഒരു പദാർത്ഥങ്ങളുടെ പേര്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് മെറ്റീരിയൽസ് വിത്ത് വിച്ച് സംതിങ് ഈസ് മെയ്ഡ്. എന്തെങ്കിലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേര്, മെറ്റീരിയലിൻ്റെ പേരിനെയാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അയൺ, നൈഫ് ഈസ് മെയ്ഡ് ഓഫ് അയൺ, ഇരുമ്പ്, അത് മെറ്റീരിയൽ നൗൺ ആണ്. മൈ റിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, മോതിരം അല്ലെങ്കിൽ വള അല്ലെങ്കിൽ ചെയിൻ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഗോൾഡ്. ഗോൾഡ് ഈസ് എ മെറ്റീരിയൽ നൗൺ. അതുപോലെ ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്, ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. വുഡ്, തടി എന്ന് പറയുന്നത് മെറ്റീരിയൽ നൗൺ ആണ്. ഇത്തരത്തിൽ പദാർത്ഥങ്ങളുടെ പേരിനെയാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. നാലാമത്തേത് അബ്സ്ട്രാക്റ്റ് നൗൺ, കോൺക്രീറ്റ് നൗൺ എന്ന രണ്ട് തരത്തിലുള്ള നൗണുകളുണ്ട്. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ the names of things which we can feel with our 5 senses, sense organs. നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ തൊടാനോ അനുഭവിച്ചറിയുവാനോ സാധിക്കുന്ന വസ്തുക്കളുടെ പേരിനെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ബസ്, സ്കൂൾ, പെൻ, പെൻസിൽ, ഓൾ ദീസ് ആർ കോൺക്രീറ്റ് നൗൺസ്. നമുക്ക് കാണാം, തൊടാം, മണത്തറിയാം, രുചിച്ചറിയാം. ഇതെല്ലാം തന്നെ നമുക്ക് കോൺക്രീറ്റ് നൗൺ എന്ന് പറയാനായിട്ട് സാധിക്കും. അതേസമയം മറ്റൊരു തരത്തിലുള്ളതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ ഇസ് ദ നെയിം ഓഫ് തിങ്സ് വിച്ച് വി കനോട്ട് ഫീൽ ഓർ ടച്ച് ഓർ സീ വിത്ത് അവർ സെൻസ് ഓർഗൻസ്. നമുക്ക് കാണാനോ തൊടാനോ സാധിക്കാത്ത, സെൻസ് ഓർഗൻസ് കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കാത്ത, ഫീൽ ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കളുടെ പേരിനെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലവ്, സ്നേഹം. നമുക്ക് തൊടാനോ അറിയാനോ പറ്റത്തില്ല, പക്ഷേ അതൊരു നൗണാണ്. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് നൗൺ. ഇനി ഹേറ്റ്രഡ്, വെറുപ്പ്, നമുക്കറിയാൻ പറ്റത്തില്ല. ഹാപ്പിനെസ്, സന്തോഷം, നമുക്ക് തൊടാനോ കാണാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല. നമുക്ക് ചിരിക്കുന്നത് കാണാം, ചിരിക്കുന്നതല്ല ഹാപ്പിനെസ്. നമുക്ക് ഉള്ളിലുള്ള ഒരു വികാരമാണ് ഹാപ്പിനെസ്. അത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. സാഡ്നെസ്, ദുഃഖം. ഓണസ്റ്റി, വിശ്വസ്തത. കവേർഡൈസ്, ഭീരുത്വം. ബ്രേവറി, ധീരത. ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നൗൺസിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അടുത്ത രണ്ട് തരത്തിലുള്ള നൗൺസ് കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ എണ്ണിയെടുക്കുവാൻ, ദ നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്, എണ്ണാൻ സാധിക്കുന്ന നൗൺസിനെയാണ്, വസ്തുക്കളുടെ പേരിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. പെൻ, നമുക്ക് എണ്ണിയെടുക്കാം. ഒരു പെൻ, 1 pen, 2 pens, etc. Pen, book, table,
ബാഗ്, ഇതെല്ലാം തന്നെ കൗണ്ടബിൾ നൗൺസ് ആണ്. കൗണ്ടബിൾ നൗൺസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പ്ലൂറൽ ഫോംസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ എണ്ണം വന്നാൽ അതിനെ നമുക്ക് പ്ലൂറൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിക്കും. പെൻ, പെൻസ്, ബാഗ്, ബാഗ്സ്, ബുക്ക്, ബുക്സ്, എറ്റ്സെട്ര. ഓൾ ദ കൗണ്ടബിൾ നൗൺസ് ഹാവ് പ്ലൂറൽ ഫോംസ്. അടുത്ത അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് എണ്ണിയെടുക്കാൻ സാധിക്കാത്ത, എണ്ണാൻ സാധിക്കാത്ത വസ്തുക്കൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ലിക്വിഡ് ആയിട്ട് വരുന്ന ദ്രാവക രൂപത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളുടെ പേരുകളെല്ലാം അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ വരും. ടീ, ചായ, ഓയിൽ, എണ്ണ. ഇപ്പോൾ ടീ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം, ഒരു ചായ രണ്ട് ചായ എന്ന് പറയുമല്ലോ. ഒരിക്കലും പറയാനായിട്ട് പാടില്ല. എ കപ്പ് ഓഫ് ടീ, 2 cups ഓഫ് ടീ എന്ന് പറയാം. അല്ലാതെ ചായകൾ, 2 ചായകൾ, 3 ചായകൾ എന്ന് നമുക്ക് പറയാനായിട്ട് പാടില്ല. 2 cups ഓഫ് ടീ എന്ന് പറയാം, 3 cups ഓഫ് കോഫി എന്ന് പറയാം, 5 barrels ഓഫ് ഓയിൽ എന്ന് പറയാം. ഓയിൽസ് എന്ന് പറയാനായിട്ട് അതിന് പ്ലൂറൽ ഫോംസ് ഇല്ല. അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പൊടി രൂപത്തിലുള്ള FLOUR, ഫ്ലവർ, അരിമാവ്, പൊടിയുടെ രൂപത്തിലുള്ള. ഇനി ധാന്യങ്ങളുടെ പേരുകൾ റൈസ്, വീറ്റ്, ഇതെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ വരും. അവയ്ക്കും പ്ലൂറൽ ഫോംസ് ഇല്ല. ധാന്യങ്ങളുടെ പേര്, പൊടിയുടെ പേര്. ഇനി മെറ്റീരിയൽ നൗൺസും അത് തന്നെയാണ്, പദാർത്ഥങ്ങൾ. അതൊന്നും തന്നെ അതെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ പെടുന്നവയാണ്. ഇനി അപൂർവം ചില അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് അതിന്റെ പ്ലൂറൽ ഫോം ഉണ്ട്, ഉപയോഗിക്കാം, പക്ഷെ അതിനർത്ഥം മാറിപ്പോവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ വാട്ടർ അൺകൗണ്ടബിൾ നൗൺ ആണ്, പക്ഷെ വാട്ടേഴ്സ് എന്ന് പറയാം, പക്ഷേ അർത്ഥം അവിടെ മാറുന്നുണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സമുദ്രം. അതേപോലെ അയൺ, ഇരുമ്പ്, അൺകൗണ്ടബിൾ നൗൺ ആണ്, മെറ്റീരിയൽ നൗൺ ആണ്. പക്ഷെ അയൺസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം ഇല്ല, പക്ഷെ പ്ലൂറൽ ഫോമിൽ നമ്മൾ ഉപയോഗിച്ച അയൺസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. ഇരുമ്പുകൾ എന്നല്ല അർത്ഥം, അവിടെ ചങ്ങല എന്നാണ് അർത്ഥം. അതേപോലെ മറ്റൊരു വാക്കാണ് കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം കോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ എന്നാണ് അർത്ഥം. അതാണ് അൺകൗണ്ടബിൾ നൗൺസ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ്. മറ്റൊരു തരത്തിലുള്ള നൗൺസ് ആണ് കളക്റ്റീവ് നൗൺസ്. സമൂഹനാമം എന്ന് മലയാളത്തിൽ പറയും. കളക്റ്റീവ് നൗൺസ് ആർ ദ നെയിംസ് ഓഫ് തിങ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ്. സമൂഹമായി, കൂട്ടമായി, കുലയായി, ഗ്രൂപ്പായി കാണുന്ന വസ്തുക്കളുടെ പേരിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബഞ്ച് ഓഫ് കീസ്, താക്കോലുകളുടെ കൂട്ടം. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, മുന്തിരികളുടെ കൂട്ടം, അല്ലെ മുന്തിരിക്കുല എന്ന് പറയാം. അതേപോലെ ആർമി ഓഫ് സോൾജിയേഴ്സ്, പട്ടാളക്കാരുടെ സമൂഹം, കൂട്ടം. അതേപോലെ ഹേർഡ് ഓഫ് കാറ്റിൽസ്, കന്നുകാലികളുടെ കൂട്ടം. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആടുകളുടെ കൂട്ടം, ആട്ടിൻകൂട്ടം. ക്രൗഡ് ഓഫ് പീപ്പിൾ, ആളുകളുടെ കൂട്ടം, ക്രൗഡ്. ഈ വാക്കുകളിൽ തന്നെ ക്രൗഡ്, ബഞ്ച്, ആർമി, ഫ്ലോക്ക്, ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. കൂട്ടമായി, കുലയായി കാണുന്നത്. ഇനി ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ കൂട്ടം, ആ ക്ലാസ്, അതാണ് ക്ലാസ്. ക്ലാസ് ഈസ് ആൾസോ എ കളക്റ്റീവ് നൗൺ. അടുത്ത് 9ാമത്തെ വരുമ്പോൾ കോമ്പൗണ്ട് നൗൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള നൗൺസ് ഉണ്ട്. കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്നുണ്ട്, കോമ്പൗണ്ട്, 2 അതിൽ കൂടുതലോ നൗൺസ് ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ നൗൺ, ഒരു പുതിയ വാക്ക്. ഐസ്ക്രീം, ഐസ് എന്ന് പറഞ്ഞ വാക്കും ക്രീം എന്ന് പറഞ്ഞ വാക്കും കൂടെ ചേർന്നാണ് ഐസ്ക്രീം ഉണ്ടായിരിക്കുന്നത്. ബുക്ക് ഷോപ്പ്, ബുക്കും ഷോപ്പും, ബുക്ക് എന്ന് പറഞ്ഞ നൗണും ഷോപ്പ് എന്ന മറ്റൊരു വാക്കും കൂടെ ചേർന്നാണ് ബുക്ക് ഷോപ്പ് ഉണ്ടായിരിക്കുന്നത്. റെയിൻ ഹാറ്റ്, റെയിൻ എന്ന് പറഞ്ഞ വാക്കും ഹാറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു വാക്കും കൂടെ ചേർന്നാണ് റെയിൻ ഹാറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ്, ബസ് എന്ന് പറഞ്ഞ വാക്കും സ്റ്റാൻഡ് എന്ന് പറഞ്ഞ വാക്കും കൂടെ ചേർന്നാണ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കിയാൽ സിംഗുലാർ നൗൺസ്, പ്ലൂറൽ നൗൺസ് എന്ന 2 തരത്തിലുള്ള നൗൺസിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിംഗുലാർ നൗൺ എന്ന് പറഞ്ഞാൽ ഏകവചന നാമങ്ങൾ. ഒരു വസ്തുവിനെ മാത്രം സൂചിപ്പിക്കുന്നതിന്, ഒരേ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരേ ഒരു ആളിനെ, ഒരേ ഒരു സ്ഥലത്തിനെ മാത്രം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് സിംഗുലാർ നൗൺസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെൻ, ഒരു പേന എന്നുള്ള അർത്ഥമാണ്. ബസ്, കാർ, ടേബിൾ,
ചെയർ, സ്കൂൾ എറ്റ്സെട്ര ഇതെല്ലാം തന്നെ സിംഗുലർ നൗൺസ് ആണ്. ഇനി പ്ലൂറൽ നൗൺസിനെ കുറിച്ചാണ് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. സിംഗുലർ നൗണിൻ്റെ ഒന്നിൽ കൂടുതൽ വരുന്ന വാക്കുകളെ പ്ലൂറൽ നൗൺ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ നൗൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളാണ് പ്ലൂറൽ നൗൺസ്, ബഹുവചന നാമങ്ങൾ എന്ന് പറയും. പൊതുവെ നമുക്കറിയാം യെസ് ചേർന്ന് വരുന്നതാണ് പ്ലൂറൽ നൗൺസ്. ധാരാളം വാക്കുകൾ, ഏറ്റവും അധികം വാക്കുകൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സിംഗുലർ നൗണിലെ യെസ് ചേർക്കുമ്പോൾ നമുക്ക് പ്ലൂറൽ നൗൺ കിട്ടും. പെൻ, യെസ് കൂടെ ചേരുമ്പോഴേക്ക് പെൻസ്, പേന, പേനകൾ. ബുക്ക്, ബുക്സ്, പുസ്തകം, പുസ്തകങ്ങൾ. ബോയ്, ബോയ്സ്, ആൺകുട്ടി, ആൺകുട്ടികൾ. ഗേൾ, ഗേൾസ്, പെൺകുട്ടി, പെൺകുട്ടികൾ. ചില നൗണുകളോട് എസ് ചേർക്കുമ്പോൾ നമുക്ക് അവയുടെ പ്ലൂറൽ ഫോം കിട്ടും. അത് എസിൽ അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട്. ബസ്, ബസസ്. അതുപോലെ എക്സിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട്. ഫോക്സ്, ഫോക്സസ്. ബോക്സ്, ബോക്സസ്. അതുപോലെ എസ് എച്ചിൽ അവസാനിക്കുന്ന ചില വാക്കുകളോട് എസ് ചേർക്കേണ്ടി വരും. ബുഷ്, ബുഷസ്. ഫിഷ്, ഫിഷസ് എറ്റ്സെട്ര. അതേപോലെ സി എച്ചിൽ അവസാനിക്കുന്ന ചില വാക്കുകളോട് നമുക്ക് എസ് ചേർത്താൽ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. ചർച്ച്, ചർച്ചസ്. RICH, റിച്ച്, റിച്ചസ്. അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള സി എച്ചിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഇസഡിൽ അവസാനിക്കുന്ന ചില വാക്കുകളോട് എസ് ചേർത്താൽ നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. ടോപ്പാസ്, ടോപ്പാസസ്. രത്നം, രത്നക്കല്ലുകളാണ്. ടോപ്പാസ്, ടോപ്പാസസ്. അതേപോലെ ചില വാക്കുകൾ ഓയിൽ അവസാനിക്കുന്ന വാക്കുകളോട് എസ് ചേർത്താൽ നമുക്ക് പ്ലൂറൽ ഫോംസ് കിട്ടും. മാംഗോ, മാംഗോസ്. പൊട്ടറ്റോ, പൊട്ടറ്റോസ്. ടൊമാറ്റോ, ടൊമാറ്റോസ്. ഇവയെല്ലാം തന്നെ പ്ലൂറൽ ഫോംസ് ആണ്. അതുപോലെ ചില വാക്കുകളോട് ഒയിൽ അവസാനിക്കുന്ന ചില വാക്കുകളോട് ഒയ് മാറ്റിയിട്ട് IES ചേർക്കുമ്പോൾ നമുക്ക് അവയുടെ പ്ലൂറൽ ഫോം കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലേഡി, LADY. ഒയ് മാറ്റിയിട്ട് IES, ലേഡീസ്. സ്റ്റോറി, സ്റ്റോറീസ്. അതേപോലെ എഫിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, FEയിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, ഇത് രണ്ടും VFE പരം VES ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. LIFE, ലൈഫ്, ലൈവ്സ്. LEAF, ലീഫ്. എഫ് മാറ്റിയിട്ട് LEAVES, ലീവ്സ്. അതേപോലെ വൈഫ്, വൈഫ്സ്. വൂൾഫ്, വൂൾഫ്സ്. എഫിൽ അവസാനിക്കുന്ന വാക്കുകളോടും നമുക്ക് ES ചേർത്ത് കഴിഞ്ഞാൽ, അത് മാറ്റിയിട്ട് VES ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടും. ചില വാക്കുകൾ അവയുടെ ഉള്ളിലുള്ള സ്വരാക്ഷരങ്ങൾ മാറ്റിയാൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടും. MAN, മാൻ. എ മാറ്റിയിട്ട് ഇ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. മാൻ, മെൻ. വുമൺ, വിമൻ. WOMAN, വുമൺ. WOMEN, വിമൻ. അതുപോലെ ടൂത്ത്, പല്ല്, പല്ല്. TOOTH. ആ OO മാറ്റിയിട്ട് ഇ ചേർക്കുമ്പോൾ ടീത്ത്, പല്ലുകൾ. ടൂത്ത്, ടീത്ത്. ഗൂസ്, ഗീസ്. ഗൂസ് എന്ന് പറഞ്ഞാൽ വാത്ത, കാട്ടുതാറാവ്. അതിൻ്റെ പ്ലൂറൽ ഫോം GEESE, ഗീസ്, കാട്ടുതാറാവുകൾ. അതുപോലെ MOUSE, മൗസ്. മൗസ് അറിയാം, എലി. അതിൻ്റെ പ്ലൂറൽ ഫോം MICE, മൈസ് എന്നായിരുന്നു. ലൗസ്, പേന്. ലൈസ്, പേനുകൾ. ഇത്തരത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇനി ചില വാക്കുകളോട് EN ചേർക്കുമ്പോൾ ഓക്സ്, ഓക്സൻ. ചൈൽഡ്, ചിൽഡ്രൻ. ഇത്തരത്തിൽ നമുക്ക് പ്ലൂറൽ ഫോംസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നാം ഇന്ന് പഠിച്ചത് പല തരത്തിലുള്ള ഏകദേശം 10-11ഓളം തരത്തിലുള്ള നൗൺസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. നമുക്ക് ആദ്യം പഠിച്ചത് പ്രോപ്പർ നൗൺ, പിന്നെ കോമൺ നൗൺ, അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ നൗൺ പഠിച്ചു, അബ്സ്ട്രാക്റ്റ് നൗൺ പഠിച്ചു, കോൺക്രീറ്റ് നൗൺ പഠിച്ചു, കൗണ്ടബിൾ നൗൺ പഠിച്ചു, അൺകൗണ്ടബിൾ നൗൺ പഠിച്ചു, കളക്റ്റീവ് നൗൺ പഠിച്ചു, കോമ്പൗണ്ട് നൗൺ പഠിച്ചു, സിംഗുലാർ നൗൺ പഠിച്ചു, പ്ലൂറൽ നൗൺ പഠിച്ചു. ഇതെല്ലാം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും മറ്റ് ചില ഗ്രാമർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്ന് വീഡിയോ ചെയ്യുന്നതാണ്. മറക്കാതെ എല്ലാവരും വീഡിയോ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.